ഏപ്രിലും മെയ്യും സൂര്യൻ തലയ്ക്ക് മേലെന്നുപോലെ ഉദിക്കുന്ന നല്ല ചൂടുള്ള മാമ്പഴക്കാലം. കൊടും ചൂടിൽ തുടങ്ങി മെയ് മാസം അവസാനം വേനൽ മഴയുടെ കുളിരെത്തി തുടങ്ങുന്നു. വരണ്ട ഭൂമിയെല്ലാം പച്ചയിട്ട് തളിർത്തു തുടങ്ങുന്ന ജൂണിൽ കുടയും ചൂടി സ്കൂളിലേക്ക് പോകുന്നു. നമ്മുടെ സ്കൂൾ അവധിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ജലക്ഷാമവും കൊടും ചൂടുമാണ് വേനൽ മാസത്തെ അവധിക്ക് പിന്നിൽ. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വേനൽ അവധി കഴിഞ്ഞാലും മഴക്കാലത്തും കുഞ്ഞുങ്ങൾക്ക് അവധിയാണ്. ആർത്തലച്ചു പെയ്യുന്ന പേമാരിക്ക് അനുസൃതമായി പ്രഖ്യാപിക്കുന്ന അലർട്ടുകൾക്കനുസരിച്ച് അവധിയുടെ പെരുമഴക്കാലമാണ് പിന്നീട് ഉണ്ടാകാറുണ്ട്. നമ്മൾ അതൊക്കെ കണ്ടുവരികയാണ്. ഈ സാഹചര്യത്തിലാണ് അവധി ജൂൺ ജൂലൈ മാസങ്ങളിലാക്കിയാലോ എന്നുള്ളൊരു ചോദ്യം പൊതുജനസമക്ഷം വിദ്യാഭ്യാസ മന്ത്രി വെക്കുന്നത്. എന്തായാലും ഈ ചോദ്യം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ചോദ്യത്തിന് പിന്നാലെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആളുകൾ പോസിറ്റീവായി നെഗറ്റീവുമായൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഈ അവധിയുടെ ഗുണവും ദോഷവും എന്തെന്നാണ് അറിയേണ്ടത്. ഒപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അവധി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അത് വെറുതെ മഴയും വെയിലും മാത്രം നോക്കിയല്ല, കുട്ടികളുടെ പഠനവും അവരുടെ ആരോഗ്യവും ഒക്കെ കരുതിക്കൊണ്ടാണ്. അപ്പോൾ അത് ഏതു തരത്തിലായിരിക്കും കുട്ടികളെ ബാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനമായ ചോദ്യം എന്ന് പറയുന്നത്. ഒപ്പം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് പ്രായോഗികമാകുമോ എന്നുള്ളതാണ്. അതായത് ഈ അവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഏതു തരത്തിലായിരിക്കാം ഇത് ബാധിക്കുക. മറ്റൊന്ന്, നമുക്കിനി മറ്റേതെങ്കിലും രാജ്യങ്ങളെയോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളെയോ ഒക്കെ ഇതുമായി സംബന്ധിച്ച് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ അവധിയും അതുപോലെ മാറ്റാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഇതെന്തായാലും തന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആശയം, ഒരു ചോദ്യം, ഒരു സംശയം അത് ജനങ്ങൾക്ക് മുൻപിലായി വെച്ചു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും, എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയിൽ ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ഇപ്പോഴേ ഇതിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ചർച്ച വേണ്ട. ഇത് നമുക്ക് ഗവൺമെൻറ് ആലോചിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി മാത്രമേ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മെറിറ്റും ഡീമെറിറ്റും ഇക്കാര്യത്തിലുണ്ടെന്ന കാര്യം പറയാം. എന്തായാലും മന്ത്രി പറഞ്ഞ പോലെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ഉണ്ട്. അതിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ സ്കൂൾ അവധി മാറ്റുന്നു എന്നുള്ളത് സ്കൂൾ പഠനം കഴിഞ്ഞവർക്കും സ്കൂളിൽ പഠിക്കുന്നവർക്കൊക്കെ ഒരുപോലെ കൗതുകമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിൽ മറുപടി പറയേണ്ടത് വേറെ ആരുമല്ല, കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം. വേനൽക്കാലത്ത് ഇക്കാര്യം അവധി തരുന്നത് നന്നാവുക. കാരണം എല്ലാവർക്കും നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിലും എല്ലാം അപ്പോഴല്ല സുഖം. പ്രളയം വരുമ്പോൾ പിന്നെ ഉരുൾപൊട്ടലൊക്കെ ആകുമ്പോൾ അത് ശോകല്ലേ. അപ്പം അതുകൊണ്ട് മഴക്കാലത്തല്ല നല്ലത്. മഴക്കാലത്ത് അവധി കിട്ടുക വെച്ചാല് മഴയൊക്കെ പെയ്തിട്ട് എല്ലായിടത്തും വെള്ളം കയറിയിട്ടാവൂലേ, അപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ സ്കൂളിലേക്ക് വരാൻ. അപ്പോൾ അവധി കിട്ടുക വെച്ചാൽ ഒന്നും കൂടി നല്ലതായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായം. മഴ കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനൊക്കെ ഭയങ്കര തടസ്സമല്ലേ, ഗതാഗത തടസ്സം അങ്ങനെയൊക്കെ ഉണ്ടാവും. വേനൽക്കാലം ആകുമ്പോൾ കുറച്ചും കൂടി വെക്കേഷൻ ടൈം ഇപ്പോൾ ഉള്ളത് തന്നെയാണ് ബെറ്റർ. കുറച്ചും കൂടി കഴിയുമ്പോൾ മഴക്കാലമാണ് നമ്മൾ ലീവ് കിട്ടുക വേറെ കാര്യം. ചൂടത്ത് നമുക്ക് എക്സാം ഒന്നും എഴുതാൻ കഴിയില്ല. മഴ പറഞ്ഞാല് നമുക്ക് കുറച്ച് തണുപ്പൊക്കെ കിട്ടുന്നു. പക്ഷെ വെയിലൊക്കെ ചൂടത്ത് ക്ലാസ്സിൽ ഇരിക്കുക പറഞ്ഞാല് ഭയങ്കര ഇടങ്ങാറായിരിക്കും. അപ്പം ആദ്യമുള്ള പോലെ തന്നെ നല്ലത്. ചൂടത്ത് ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴതാണ് കുറച്ചും കൂടി കംഫർട്ട് എല്ലാവർക്കും. മഴ ആയാലും പ്രശ്നമില്ല. ചെളിയും ഇതൊക്കെ നമുക്കൊന്ന് ആസ്വദിച്ച് കൈമിലെടുത്താല് തീരാന്ന് പ്രശ്നമുള്ളൂ. മഴത്ത് ഇങ്ങനെ വീട്ടിലിരിക്കുക, പുറത്തേക്കൊക്കെ പോകണ്ടേ. അപ്പം മെയ് ഏപ്രിലൊക്കെ ആണെങ്കിൽ പോവാല്ലോ, പുറത്തേക്കൊക്കെ പോവാലോ. ജൂൺ ജൂലൈ പുറത്തേക്കൊന്നും പോകാൻ പറ്റൂല. അല്ല, ജൂൺ ജൂലൈ ആണല്ലോ എന്താ പറയാ കുറച്ചുകൂടി റെസ്റ്റ് എടുക്കാൻ തോന്നുന്നത്. അപ്പൊ ഏപ്രിൽ മെയില് എന്തായാലും ട്യൂഷൻ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ജൂൺ ജൂലൈ ആണ് നല്ലത്. താല്പര്യമില്ല നമ്മൾക്ക് തന്നെ തയങ്ങിപ്പോയി. ഇതന്നെ മതി തയങ്ങിപ്പോയി നമ്മളിത്. പക്ഷെ ഇപ്പൊ മെയ് മാസമൊക്കെ ആകുമ്പോ നല്ല ചൂടാണ്. അതുപോലെ ഇപ്പം ജൂലൈ കാലം വന്നത്തേക്ക് അപ്പൊ മഴക്കാലത്ത് സ്കൂൾ ലീവ് ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട. അതുകൊണ്ടാണ് മിനിസ്റ്റർ പറയണേ ജൂൺ ജൂലൈ മാസം ആകുമ്പോ ഒരുപാട് സ്കൂൾ ഡേയ്സ് മിസ്സാവല്ലേ മഴ കാരണം. അങ്ങനെ തന്നെ പോട്ടെ. ഏപ്രിൽ മെയ് തന്നെയല്ലേ മതി. അത് അപ്പോഴാ വെയിലും അപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാ. മഴ ആണെങ്കിൽ വീട്ടിൽ നിന്ന് വിടൂല. പിന്നെ സൂര്യാഘാതം അങ്ങനെ കേൾക്കും. നമുക്ക് വെറുതെ ലീവ് കൊടുക്കണ്ടല്ലോ. ആ ടൈം നമുക്ക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തൂടെ. മെയ് മാസമൊക്കെ ആകുമ്പോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കിട്ടും. മാർച്ച് ആകുമ്പോ ക്ലാസ് പോവല്ലോ, ലീവ് കിട്ടല്ലേ. അപ്പോൾ കുട്ടികളുടെ പ്രതികരണമാണ് കേട്ടത്. കുട്ടികൾ അങ്ങനെ വെറുതെ അവധി കിട്ടുന്നതിലുള്ള സന്തോഷം മാത്രമല്ല, അവർ പരിസ്ഥിതി പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും പഠിക്കാനുള്ള അവസരങ്ങളും ക്ലാസ് റൂമിലെ അവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ് അവരുടെ പ്രതികരണം എന്നുള്ളതാണ്. ടി എസ് ഹരികൃഷ്ണയുണ്ട്. ഹരി,
എങ്ങനെ ഇത് നടപ്പിലാക്കുമെന്നുള്ളതാണ്. ഒറ്റയടിക്ക് എന്തായാലും നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. കാലാതീതമായി നമ്മളിങ്ങനെ തുടർന്ന് പോരുന്നൊരു സിസ്റ്റമാണിത്. ഈ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് മറ്റ് അധ്യാപക സംഘടനകളുടെ മറ്റു തരത്തിലുള്ള സമൂഹത്തിലെ മറ്റു കോണുകളിൽ നിന്ന് വരുന്ന പ്രതികരണം എങ്ങനെയാണ്? ഇത് ഏതെങ്കിലും തരത്തിൽ ഈ ഇതൊരു നമ്മൾ പല പരിഷ്കരണങ്ങളുടെ ഭാഗമാവുകയാണ്, അങ്ങനെ ഉടനുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ക്രിയാത്മകമായ ഒരു ചർച്ചയ്ക്കാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടക്കമിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും പൊതുസമൂഹത്തിൽ ഇത് വലിയൊരു ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ജൂൺ ജൂലൈ മാസങ്ങളാണ്. സ്വാഭാവികമായും മഴക്കാലമാണ്, കാലവർഷമാണ്. നമുക്കറിയാം, മഴ കനക്കുമ്പോൾ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പഠന ദിനങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് മന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളാണ് വേനലവധി, അതിന് പകരം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് അത് മാറ്റിയാലോ എന്നുള്ള ഒരു ആലോചനയ്ക്ക് തുടക്കമായിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയാണ്, വെള്ളമാണ് പ്രശ്നമെങ്കിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തതാണ് പ്രശ്നം എന്നുള്ള ഒരു ഗൗരവമായ കാര്യമുണ്ട്. അതായത് വേനൽക്കാലത്ത് ചൂട് കൂടുതലാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമൊക്കെയാണ്. അപ്പോഴൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള ഒരു കാര്യം ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രമല്ല, അതിൽ രക്ഷകർത്താക്കളുടെ അഭിപ്രായം തേടേണ്ടതുണ്ട്, അധ്യാപകരുടെ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ട്. ഇതിനെല്ലാം ഉപരി വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം എത്രത്തോളം, ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ അവരുടെ മാനസികാരോഗ്യം എത്രത്തോളം അത് ബാധിക്കുമെന്നുള്ള കാര്യം പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവരെ പഠനത്തെ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ ബാധിക്കുമോ എന്നുള്ള കാര്യവും പഠിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ കലണ്ടറിൽ നിന്ന് അതിലൊരു മാറ്റം, എന്തായാലും ഇങ്ങനെ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ സ്വാഭാവികമായും വിദ്യാഭ്യാസ കലണ്ടറിൽ മാറ്റം വരേണ്ടതാണ്. അപ്പോൾ അതും എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യം പഠിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അഭിപ്രായങ്ങളും ചർച്ചകൾക്കും ശേഷം മാത്രമേ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കൂ. ശേഷമായിരിക്കും അതിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക.